നമസ്കാരം. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം 1-ാം സ്കന്ധത്തിൽ അധ്യായം 6-ലെ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. അപ്പോൾ ഋഷിമാർ പിന്നെയും സൂതനോട് ചോദിക്കുകയാണ്, അങ്ങ് പറഞ്ഞല്ലോ സമുദ്രത്തിൽ വെച്ച് വിഷ്ണു മധുകൈടഭന്മാരോട് 5000 വർഷം യുദ്ധം ചെയ്തെന്ന്. അങ്ങനെ യുദ്ധം ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ അസുരന്മാർ രണ്ടുപേരും എങ്ങനെയാണ് ജനിച്ചത്? ആ കഥ കേൾക്കാൻ ഞങ്ങൾക്ക് വളരെ ഔത്സുക്യമുണ്ട് എന്ന് പറയുന്നു. ജീവികളെല്ലാം തന്നെ സമയം വെറുതെ പാഴാക്കി കളയുന്നവരാണ് പൊതുവെ. അങ്ങനെയുള്ളവർക്ക് ജീവിതം എന്തെന്നോ സുഖമെന്തെന്നോ അറിയാനും സാധിക്കുകയില്ല. അവർ തുല്യരായിരിക്കും. പക്ഷേ മാൻ തുടങ്ങിയ ചില മൃഗങ്ങളൊക്കെ ശബ്ദസുഖം ആസ്വദിക്കുന്നുണ്ട്. പാമ്പുകളും നാദത്തിൻ്റെ ആസ്വാദനത്താൽ സന്തോഷിക്കുന്നുണ്ടല്ലോ. പിന്നെയും ഋഷി പറയുകയാണ്, 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ടവ ചെവിയും കണ്ണുമാണ്. ഈ ശ്രവണം തന്നെ സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 തരത്തിലുണ്ട്. അങ്ങനെ ഋഷി സൂതനോട് പിന്നെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ശ്ലോകം 11. സാത്വികം വേദശാസ്ത്രാദി സാഹിത്യം ചൈവ രാജസം താമസം യുദ്ധവാർത്താ ച പരദോഷപ്രകാശനം. വേദശാസ്ത്രാദികളുടെ ശ്രവണം സാത്വികം, സാഹിത്യ ശ്രവണം രാജസം, യുദ്ധവാർത്ത, പരദോഷം എന്നിവയുടെ ശ്രവണം താമസം. 3 ഗുണങ്ങളെപ്പറ്റിയും വിശദമായി പറയുന്നു. ശ്ലോകം 12. സാത്വികം ത്രിവിധം പ്രോക്തം പ്രജ്ഞാവദ്ഭിക്ഷ പണ്ഡിതൈകൈ ഉത്തമം മധ്യമം ചൈവ തഥൈവാധമമേത്യുത. സാത്വിക ശ്രവണം തന്നെ ഉത്തമം, മധ്യമം, അധമം എന്നിങ്ങനെ 3 വിധത്തിലുണ്ടെന്ന് ആത്മജ്ഞാനികളായ വിദ്വാൻമാർ പറഞ്ഞിട്ടുണ്ട്. ശ്ലോകം 13. ഉത്തമം മോക്ഷഫലദം സ്വർഗദം മധ്യമം തഥാ അധമം ഭോഗദം പ്രോക്തം നിർണീയവിദിതം ബുധൈഹൈ. മോക്ഷപ്രദമായ കാര്യങ്ങളുടെ ശ്രവണം ഉത്തമം, സ്വർഗാദിഫലങ്ങൾ ലഭിക്കുന്നതിൻ്റെ ശ്രവണം മാധ്യമം, ഭോഗപ്രദങ്ങളായ വിഷയങ്ങളുടെ ശ്രവണം അധമം എന്ന് പണ്ഡിതന്മാർ നിർണയിച്ചിട്ടുണ്ട്. ശ്ലോകം 14. സാഹിത്യം ചൈവ ത്രിവിധം സ്വീയായാം ചോത്തമം സ്മൃതം മധ്യമം വരയോഷായാം പരോഢായാം തഥാധമം. സാഹിത്യശ്രവണവും 3 വിധം. സ്വഭാര്യയെ സംബന്ധിച്ചത് ഉത്തമം, വേശ്യാസ്ത്രീയെ സംബന്ധിച്ചത് മധ്യമം, അന്യൻ്റെ ഭാര്യയെ സംബന്ധിച്ചത് അധമം. ശ്ലോകം 15. താമസം ത്രിവിധം ജ്ഞേയം വിദ്വദ്ഭിः ശാസ്ത്രദർശിഭിः ആതതായിനി യുദ്ധം യത്തം ഉത്തമം ഉദാഹൃതം.
ആതതായിനി യുദ്ധം യത്തദുത്തമമുദാഹൃതം. താമസശ്രവണവും ഉത്തമം, മധ്യമം, അധമമെന്ന് 3 വിധത്തിലുണ്ടെന്ന് വിദ്വാൻമാരായ ശാസ്ത്രദർശിനികൾക്ക് അറിയാം. യുദ്ധത്തിന് നേരിട്ട് വരുന്നവരോട് യുദ്ധം ചെയ്യുന്ന വാർത്ത കേൾക്കുന്നത് ഉത്തമം. ശ്ലോകം 16. മധ്യമം ചാപി വിദ്വേഷാത് പാണ്ഡവാനാം തഥാരിഭി അധമം നിർനിമിത്തം തു വിവാദേ കലഹേ തഥാ. പാണ്ഡവാദികളെപ്പോലെ വിദ്വേഷത്തോടെ ചെയ്യുന്ന യുദ്ധത്തെക്കുറിച്ച് കേൾക്കുന്നത് മധ്യമം. ഒരു കാരണവും കൂടാതെ വഴക്കും ഷണ്ഠയും കൂടുന്നതിനെക്കുറിച്ച് കേൾക്കുന്നത് അധമം. ശ്ലോകം 17. തദത്ര ശ്രവണം മുഖ്യം പുരാണസ്യ മഹാമതേ ബുദ്ധിപ്രവർത്തനം പുണ്യം തതഃപാപപ്രണാശനം. അതുകൊണ്ട് ഇവയിൽ വെച്ചെല്ലാം പ്രധാനം പുരാണ കഥാശ്രവണമാകുന്നു. അത് ബുദ്ധിയെ വികസിപ്പിക്കും, പുണ്യം നൽകും, പാപത്തെ നശിപ്പിക്കുകയും ചെയ്യും. ശ്ലോകം 18. തദാഖ്യാഹി മഹാബുദ്ധേ കഥാം പൗരാണികം ശുഭാം ശ്രുതാം ദ്വൈപായനാത് പൂർവം സർവാർത്ഥസ്യ പ്രസാധിനിം. മഹാബുദ്ധേ, അങ്ങ് കൃഷ്ണദ്വൈപായനിൽ നിന്ന് പണ്ട് കേട്ടതും ശുഭം നൽകുന്നതും സർവാർത്ഥങ്ങളെയും സാധിക്കുന്നതുമായ പുരാണകഥ പറഞ്ഞാലും. 11 തുടങ്ങി 18 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.